ജെൻസി കുട്ടികൾക്ക് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പേടി കൂടുതലായിട്ടുണ്ട്. ഇത്ര എന്നെ ആരെങ്കിലും കാണണം, എന്നെ എല്ലാവരും വിലപ്പെട്ടതാകണം, എന്നെ ആരെങ്കിലും ആഗ്രഹിക്കണം, ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. യൂഫോറിയ കണ്ട എല്ലാവരും പറയുന്നുണ്ട് ഇതിൽ ന്യൂഡിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളത്. ഞാനും കണ്ടു, അതിൽ അത്യാവശ്യം ന്യൂഡിറ്റി നല്ല കൂടുതൽ തന്നെയാണ്. എന്തുകൊണ്ട് അതിലിങ്ങനെ ന്യൂഡിറ്റി ഇങ്ങനെ കാണിക്കുന്നത്? യൂഫോറിയ ജെൻസി കുട്ടികളുടെ ഇടയിൽ ഇപ്പൊ ഭയങ്കര തരംഗമായിരിക്കുകയാണ്. എന്തുകൊണ്ട് തരംഗം ആവണം വെച്ചാൽ അതിൽ ന്യൂഡിറ്റി കൂടുതലാണ് ഇത്ര. പക്ഷെ അതല്ല കാരണം. ഒരു 90s കിഡ്സ് ഒക്കെ യഥാർത്ഥ ലോകത്താണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജെൻസി കുട്ടികൾ അങ്ങനെയല്ല. അവര് വെർച്വൽ ലോകത്താണ് കൂടുതലും ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ എപ്പോഴും ഫോൺ കാണും. ഒരു പോസ്റ്റ് ഇട്ട ആരൊക്കെ ലൈക്ക് ചെയ്തു, ആരൊക്കെ ഷെയർ ചെയ്തു, ആരൊക്കെ കമന്റ് ചെയ്തു, ഇത് എപ്പോഴും അവര് നോക്കിക്കൊണ്ടേയിരിക്കും. ഇതെന്താ പ്രശ്നം വെച്ചാൽ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നൊരു അറ്റൻഷൻ സീക്കിങ് ഇവർക്ക് വളരെ കൂടുതലാണ്. യൂഫോറിയയിൽ സിഡ്നി സ്വിനിന്റെ ന്യൂഡാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതിൽ കാസി എന്ന കഥാപാത്രം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇവൾക്ക് സെക്സിനോട് അഡിക്റ്റ് ആണ് എന്നാണ് എല്ലാവർക്കും തോന്നുക. പക്ഷെ അങ്ങനെയല്ല. അവൾക്ക് അറ്റൻഷൻ സീക്കിങ് വളരെ കൂടുതലായിട്ട് വേണം. അവൾ അറ്റൻഷൻ ആണ് ശരിക്കും അന്വേഷിക്കുന്നത്. കേസി എന്ന ക്യാരക്ടറിന്റെ യഥാർത്ഥ ചോദ്യം, അവളുടെ മനസ്സിൽ അവൾ ശരിക്കും വിചാരിക്കുന്നത് എന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ആരും വിട്ടു പോകില്ലല്ലോ എന്നൊരു വിചാരമാണ്. അതുകൊണ്ട് അവളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും മാറ്റും. അവൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തേപ്പുകാരിയാവും. ഒരു ബോയ് ഫ്രണ്ട് കഴിഞ്ഞാൽ അടുത്ത ബോയ് ഫ്രണ്ട്, അടുത്ത ബോയ് ഫ്രണ്ട് കഴിഞ്ഞാൽ അടുത്ത ബോയ് ഫ്രണ്ട്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ ഒരു പുരുഷനെ ഒഴിവാക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നാറേയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സ്ത്രീകൾക്ക് അവരവരുടെ പുരുഷനെ പറ്റിക്കുമ്പോൾ വലിയ കുറ്റബോധം തോന്നാറില്ല. കാരണം അവരവരുടെ പുരുഷനെ അവർ പറ്റിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പുരുഷനോട് ദേഷ്യമാണ് വരാറുള്ളത്. അവിടെ ആ സ്ത്രീ ആ പുരുഷൻ ഒരു വില്ലനാണ് എന്ന രീതിയിൽ ഒരു കഥ മനസ്സിൽ സൃഷ്ടിച്ചും കൊണ്ടേയിരിക്കും. ഒടുവിൽ ആ കള്ളം അവളുടെ മനസ്സിൽ സത്യമായിട്ട് മാറും. സ്ത്രീകള് അപ്പോൾ ആ സമയത്ത് അവള് വണിച്ച പരിഭ്രമിക്കും, അവള് വണിച്ച കരയും ചെയ്യും. അവൾ എന്തിനാ കരയണമെന്നറിയോ? ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടല്ല കരയുന്നത്, ഞാൻ പിടിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കരയുന്നത്. അതിനുശേഷം ആ സ്ത്രീകളുടെ ബ്രെയിന് മാറ്റി ചിന്തിച്ചു തുടങ്ങും. ഞാൻ നിന്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷവതിയായിരുന്നില്ല, എനിക്ക് കിട്ടേണ്ടതൊന്നും നീ തന്നില്ല, നീ എന്നെ വെറുതെ ഭരിക്കാൻ വന്നു. ഇതൊക്കെ കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം നേരത്തെ അവസാനിച്ചതായിരുന്നു. ഇതെല്ലാം മറ്റവൻ എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ആ സമയത്ത് കുറ്റബോധം ഇല്ലാതാവും. അപ്പോൾ അവള് വഞ്ചകിയല്ല. അവളുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയ നീയാണ് ശരിക്കും വഞ്ചകനാവുന്നത്. കാരണം അവൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കാണിച്ചാൽ നിന്നെ വെറുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോഴെന്താവും? അവള് നിന്റെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ചും കൊണ്ടേയിരിക്കും. എന്നിട്ട് അവൾ അവിടെ പുണ്യവതി ആവുകയും ചെയ്യും, നീ കുറ്റക്കാരനാവുകയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരടി കൂടുമ്പോൾ അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വളച്ചു കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ നാർസിസ്റ്റാണ് കൂടുതലും ചെയ്യുക. അവസാനം നീയാണോ തെറ്റുകാരൻ, ഞാനാണോ തെറ്റുകാരൻ എന്നുള്ളത് നീ അറിയാണ്ട് ചിന്തിച്ചു പോവുകയും ചെയ്യും. പക്ഷെ ഒറ്റ തീരുമാനത്തിൽ നിൽക്കാൻ ഒരു ജെൻസി ബോയ്സിന് ഇപ്പൊ കഴിയാറില്ല. അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കും, സോറി പറഞ്ഞിട്ട് പിന്നാലെ പോകും, സെൽഫ് റെസ്പെക്ട് ഇല്ലാതാവും, ഒരു ആണിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് അവളുടെ കള്ളങ്ങൾക്ക് മറുപടി കൊടുക്കാമെന്ന് നീ പോകേണ്ട ആവശ്യമില്ല. അവർ നശിപ്പിച്ച് കളഞ്ഞ ഒന്നിനെ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ശാന്തനായ ആത്മവിശ്വാസത്തോടെയും അവിടുന്ന് ഇറങ്ങി പോവുക. ഈ സീരീസിൽ പറയുന്ന പ്രധാന കാര്യം, ഇതിൽ സ്ത്രീ പുരുഷ കഥാപാത്രങ്ങളെല്ലാം ബോഡി കാണിക്കുന്നത് ഇന്റിമസിക്ക് വേണ്ടിയിട്ടല്ല, ഒരു വാലിഡേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ മതിയാകുന്ന ആളാണോ, എന്നെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ചോദ്യങ്ങളുടെ എല്ലാം പുറം രൂപമാണ്. സെൻഡായ അവതരിപ്പിക്കുന്ന റൂയി എടുത്ത് നോക്കിക്കോളൂ. കേസി അറ്റൻഷനിൽ അടിമയാണെങ്കിൽ സെൻഡായ റിയാലിറ്റിന്ന് ഓടിയും കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഡ്രഗ്സ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യണത് കുറച്ച് ജെൻസി സ്റ്റുഡൻസ് ആണ്. അതെന്താ വെച്ചാൽ അവർക്ക് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ റിയാലിറ്റിന്ന് ഒളിക്കുകയാണ്. എത്രത്തോളം ഓടുമ്പോഴും നിന്റെ റിയാലിറ്റി നിന്റെ കൂടെ തന്നെ ഓടി വരുന്നുള്ളത് അവർക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണില്ല. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് ആ ക്യാരക്ടർ അങ്ങനെ ആയത്. നെയ്റ്റ് എന്ന ക്യാരക്ടർ എടുത്ത് നോക്കിക്കോളൂ. അവന് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഒന്നും ആവശ്യമില്ല. അവന് പ്രണയത്തിൽ കൺട്രോൾ വേണം, പവർ വേണം. അവനെ ഭരിക്കണതും ആർക്കും ഇഷ്ടമല്ല. അവന്റെ ഹിഡൻ സൈക്കോളജി, ഹിഡൻ ഫാന്റസീസ്, അതെല്ലാം അവന് അനുഭവിക്കാൻ പറ്റണ ഒരു സംഭവം വേണം. ഇതാണ് അവൻ അവിടെ നോക്കുന്നത്. അത്യാവശ്യം ഒരു 25 വയസ്സിന് താഴെയുള്ള ബോയ്സിന് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു പവർ ഫീലിംഗ് ഉണ്ട്. അതാണ് മിക്കവരും ആഗ്രഹിക്കുക. ഒരു ഷോക്കിംഗ് ഡാർക്ക് സൈക്കോളജി ഉണ്ട്. ജെൻസി കുട്ടികൾക്ക് അറ്റൻഷൻ വേണം, വാലിഡേഷൻ വേണം, ഒരു ഐഡന്റിറ്റി വേണം, കൺട്രോൾ വേണം. ഇതെല്ലാം കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് ഡോപ്പമൈൻ ലെവൽ ഹൈ ആവുള്ളൂ. അതാണ് അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത്. പക്ഷെ അവരാരും സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുമില്ല. അവരുടെ ഫാമിലി അത് പറഞ്ഞും കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ യൂഫോറിയ സീരീസിൽ ശരിക്കും കാണിക്കുന്നത്. അവർ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ കാണുന്നില്ല, അവർ അവരെ തന്നെയാണ് കാണുന്നത്. അവരുടെ ഇൻസെക്യൂരിറ്റി, അവരുടെ ലോൺലിനെസ്. ജെൻസി കുട്ടികൾ അത്യാവശ്യം ഒറ്റപ്പെട്ട അവസ്ഥ നന്നായിട്ട് അനുഭവിക്കും
അനുഭവിക്കുന്ന ഒരു ടൈമാണ്. സ്വന്തം ഒബ്സഷൻ, അതായത് ആസക്തി, ഇതൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത്. അതാണ് അവർ അതിൽ ആഗ്രഹിക്കുന്നത്. ഇതൊരു ന്യൂഡിറ്റിയുടെ കഥയൊന്നുമല്ല, ഇതൊരു അറ്റൻഷന്റെ കഥയാണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ വിശപ്പ് പണമോ ഭക്ഷണമോ ഒന്നുമല്ല, ഞാൻ പ്രധാനപ്പെട്ട ആളാണ് എന്നൊരു തോന്നലാണ്. അതാണ് യൂഫോറിയന്റെ യഥാർത്ഥ ലഹരി.